അടുത്തത് സ്റ്റോറേജ് യൂണിറ്റ്. ദി സ്റ്റോറേജ് യൂണിറ്റ് ഈസ് ടു സ്റ്റോർ ഇൻപുട്ട് എൻറ്റേർഡ് ത്രൂ ദി ഇൻപുട്ട് യൂണിറ്റ് ബിൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോർ ദി റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പ്യൂട്ടർ സപ്ലൈ ഫ്രം ദി ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് വരുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യും, പ്രോസസ്സ് ചെയ്ത റിസൾട്ട് സ്റ്റോർ ചെയ്യും, ഔട്ട്പുട്ടിലേക്ക് വേണ്ടുന്ന ഡാറ്റയെല്ലാം സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, സ്റ്റോറേജ് യൂണിറ്റ്. ദി സ്റ്റോറേജ് യൂണിറ്റ് of a computer contains two types of memory, that is primary memory and secondary memory. Primary memory of a computer that holds instructions and data being processed by the CPU. Due to the size of the primary memory, uses secondary memory for storing data and instructions. Commonly used secondary storage units are hard disk, CD, pen drive, etc. Computer memories and storage. Computer memory refers to the electronic holding place for instructions and data where the processor can reach quickly. സ്പീഡ് പറയാവുന്ന നോട്ട്സ് വായിച്ചു പോവാം, ഇത് ക്ലാസ് വൃത്തിക്കെടുത്തിയാണ്. Memory can be classified into two types, primary memory and secondary memory. Primary memory and secondary memory. അപ്പോൾ മെമ്മറി, പ്രൈമറി മെമ്മറി, റാം, റോം, സെക്കൻഡറി മെമ്മറി, മാഗ്നറ്റിക് ഡിസ്ക്, ഓപ്റ്റിക്കൽ സ്റ്റോറേജ്. അപ്പോൾ റാമിന്, ഈ പ്രൈമറി മെമ്മറിയായ റാമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റാം സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം, റോം മാസ്ക്ഡ് റോം, ഇപ്രോം, EEPROM and PROM. Okay, primary memory RAM is a random access memory. Primary memory allows the computer to store data for immediate manipulation. Immediate manipulation and data store. It is a volatile memory. It is also called random access memory. RAM is a place where the computer temporarily store the operating system application programs and current data so that the computer processor can read them quickly and easily. അതിനെയാണ് നമ്മൾ എന്താ പറയുക, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയാം. നമുക്ക് ഡാറ്റ വേഗം ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആണ്. ടെമ്പററി സ്റ്റോറേജ് ഡിവൈസാണ്. ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഹാർഡ് ഡിസ്കിന്ന് ബയോസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ റാമിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യും. ആ ഡാറ്റ നമ്മളെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സേവ് ചെയ്യുമ്പോഴാണ് ഇത് ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ടെമ്പററി സ്റ്റോറേജ്. ഇറ്റ് ഈസ് എ വോളറ്റൈൽ മെമ്മറി ബിക്കോസ് വെൻ ദി കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്, റാം ലോസസ് ഇറ്റ്സ് കണ്ടന്റ്. വെൻ ദി കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓൺ, ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ആർ വൺസ് അഗെയിൻ ലോഡഡ് ടു റാം. അപ്പോൾ കമ്പ്യൂട്ടർ ഓഫ് ആകുമ്പോൾ അതിലെ കണ്ടൻസ് ഒക്കെ ഇറേസ് ചെയ്തു പോകും. ടൈപ്സ് ഓഫ് റാം. ദർ ആർ ടു ടൈപ്സ് ഓഫ് റാം, സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം. എസ് റാമിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് റാം എന്ന് പറയാം. ദി വേർഡ് സ്റ്റാറ്റിക് മീൻസ് ദി മെമ്മറി റീറ്റെയിൻ ഇറ്റ്സ് കണ്ടൻസ് ആസ് ലോങ് ആസ് പവർ ഈസ് സപ്ലൈഡ്. ഇറ്റ് ആസ് സൂൺ ആസ് ദി പവർ ഗോസസ് ഡൗൺ ദി ഡാറ്റ ലോസ്റ്റ്. അതായത് എസ് റാമിൽ ഡാറ്റ പവർ ഓഫ് ആകുമ്പോൾ തന്നെ ലോസ്റ്റ് ആവും. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് മെമ്മറി ഈസ് ഫാസ്റ്റ് മെമ്മറി, മോർ എക്സ്പെൻസീവ് ദാൻ ഡി റാം. എസ് റാം ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എ ക്യാഷ് മെമ്മറി ഡ്യൂ ടു ഇറ്റ്സ് ഹൈ സ്പീഡ് ആയതുകൊണ്ട് അത് ഏതിലാണ് യൂസ് ചെയ്യുന്നത്, ക്യാഷ് മെമ്മറിയിൽ. നെക്സ്റ്റ് ഡൈനാമിക് റാം. ഇറ്റ് ഈസ് എ വെരി അൺസ്റ്റേബിൾ എന്ന് പറയും ഡൈനാമിക് റാം. ദി ഡാറ്റ കണ്ടിന്യൂ ടു മൂവ് ആൻഡ് ഔട്ട് ഓഫ് ദി മെമ്മറി ആസ് ലോങ് ആസ് ദ പവർ ഈസ് അവൈലബിൾ. നമ്മൾ അതായത് പവർ ഉണ്ടായാലും ചെറിയൊരു, അഥവാ പവർ പോയാലും ഒരു മൈക്രോ സെക്കൻഡ് റേഞ്ചിൽ വരെ 15 മൈക്രോ സെക്കൻഡ് വരെ ആ ഡാറ്റ റിട്ടേൺ ചെയ്യാൻ പറ്റും ഡൈനാമിക് റാമിൽ. ഇനി കമ്പാരിസൺ എസ് റാം ഈസ് its contents as long as electrical power is applied. It retain its content few microseconds whenever electrical power supply is turned off. Total number of cell is less than DRAM. Total number of cell is higher than SRAM. It is faster than DRAM. It is slower than SRAM. It is does not need refreshed. It need refreshed. It is larger and expensive access time. It is smaller and less expensive than SRAM. SRAM is 25 nanosecond and accessing speed. It is used for internal memory in processors and cache memory. പ്രോസസ്സറിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ആയിട്ടും ക്യാഷ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്ന DRAM is the മെയിൻ സിസ്റ്റം മെമ്മറി. സിസ്റ്റത്തിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നതാണ് ഇത് DRAM. നെക്സ്റ്റ് റീഡ് ഓൺലി മെമ്മറി ROM. ഇത് ക്ലാസ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ നോട്ട് മാത്രം വായിച്ചു വന്നേ, കുറേ ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ്. ROM is a special chip where startup instructions are stored.
റോം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇൻസ്ട്രക്ടർ ചെയ്യുന്നതാണ് ഏത് റോം ഇസ് എ റീഡ് ഓൺലി മെമ്മറി. ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി ഇൻ നേച്ചർ ദാറ്റ് ഇറ്റ്സ് ഡസ് നോട്ട് ലോസ്റ്റ് ഈസ് ഡാറ്റ വെൻ പവർ സപ്ലൈ ഓഫ് ആവുന്ന സമയത്ത് ഡാറ്റ ലോസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാം. റോം ചിപ്പ് ആർ യൂസ് ടു നോട്ട് ഓൺലി ഇൻ കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഓൾസോ ഇൻ ഫങ്ഷൻ ബേസിക് എവിടെയെല്ലാം യൂസ് ചെയ്യുന്നത് യൂസ് നോട്ട് ഓൺലി ഇൻ കമ്പ്യൂട്ടർ but also in the electronic devices like a washing machine and a microwave oven. ROM perform the necessary BIOS basic output function to start the system and then transfer the control over the operating system. റാം പെർഫോംസ് ചെയ്യുന്ന എല്ലാവരും വേണ്ടിന്ന് സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാം ബയോസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നതെല്ലാം റോം ചിപ്പിനകത്ത് ഉണ്ടാവുക. അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് റോം. ഓക്കെ, അപ്പോൾ ബയോസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ ചിപ്പിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. മാസ്ക്ഡ് റോം അപ്പോൾ ടൈപ്സ് ഓഫ് റോം എന്ന് പറയുന്നത് ഒന്ന് മാസ്ക്ഡ് റോം വെരി ഫാസ്റ്റ് റോം നോൺ ആസ് മാസ്ക്ഡ് റോം ഓവർ were hardwired devices that contain a pre-programmed set of data or instruction. The content such a ROM had to be specified before. അതായത് ചിപ്പ് പ്രൊഡക്ഷൻ്റെ ടൈമിൽ തന്നെ എന്ത് ചെയ്യും അതിൽ പ്രോഗ്രാംസ് എഴുതുന്നതിനെയാണ് നമ്മൾ മാസ്ക്ഡ് റോം എന്ന് പറയാം. പ്രോഗ്രാമബിൾ റോം എന്ന് പറഞ്ഞാൽ a blank ROM chip can be brought economically and quoted by the user with the help of a special devices known as PROM programmer. Once a PROM has been programmed, its contents cannot be changed. മീൻസ് പ്രോം പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് ചിപ്പ് വാങ്ങി അതിനകത്ത് പ്രോം പ്രോഗ്രാമർ എന്ന് പറയുന്ന അതായത് എക്സ്പേർട്ട് ഇതിനകത്ത് റൈറ്റ് ചെയ്യും. അതായത് ആദ്യം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോഗ്രാം എഴുതില്ല. ബ്ലാങ്ക് ചിപ്പ് വാങ്ങി നമ്മൾ പ്രോഗ്രാം ബേൺ ചെയ്തിട്ട് പിന്നെ അതിനെ ഇറേസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് പ്രോഗ്രാം എന്ന് പറയാം. ഇനി ഇപ്രോം ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അതായത് നമുക്ക് ഇത് വായിക്കാം. An EEPROM is a program same as PROM. An EEPROM can be erased by simply exposing the devices to storing strong sources of ultraviolet light for a certain amount of time. It is more expensive than PROM. അതായത് നമുക്ക് അൾട്രാവയലറ്റ് യൂസ് ചെയ്തിട്ട് റൈസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതി വെച്ച പ്രോഗ്രാം ഇറൈസ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക EEPROM എന്ന് പറയാം. നെക്സ്റ്റ് EEPROM എന്ന് പറയും. ഇവിടെ ഒരു എഴുതാത്ത കുറവുണ്ട്, അത് എഴുതണേ. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണ് EEPROM ആണ്. ദിസ് ടൈപ്പ് ഓഫ് റോം ക്യാൻ ബി എറേസ്ഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ ചാർജ് ആൻഡ് ദെൻ റിട്ടേൺ ബൈ യൂസിങ് സ്ലൈറ്റ്ലി ഹയർ ദാൻ നോർമൽ വോൾട്ടേജ്. നേരത്തെ നമ്മൾ എങ്ങനെ ഇറേസ് ചെയ്ത് അൾട്രാവയലറ്റ് യൂസ് ചെയ്ത് ഇറേസ് ചെയ്യുന്നതിന് EEPROM എന്ന് പറയും. EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് ഡാറ്റ റിലീസ് ഇറേസ് ചെയ്ത് അതിനകത്ത് ആദ്യം പ്രോഗ്രാം എഴുതുന്നതിന് EEPROM എന്ന് പറയും. ഓക്കെ, ഇനി സെക്കൻഡറി മെമ്മറി. ഇറ്റ് ഹാസ് ബീൻ 2 മെത്തേഡ്സ് ഓഫ് ആക്സസിങ് ഡാറ്റ ഫ്രം ദി സെക്കൻഡറി ഡിവൈസസ്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ അതിൽ 2 രീതിയിലാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. ഒന്ന് സീക്വൻഷ്യൽ മെമ്മറി ഉണ്ട്, ഒന്ന് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്. വാട്ട് ഈസ് സീക്വൻഷ്യൽ മെമ്മറി? ദാറ്റ് മീൻസ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം മസ്റ്റ് സെർച്ച് എ സ്റ്റോറേജ് ഡിവൈസസ് ഫ്രം ദി ബിഗിനിങ് ടു അണ്ടിൽ ഡിസൈഡ് ഡാറ്റ ഫോൺ. നമുക്കിപ്പോൾ 5ാമത്തെ ഡാറ്റ വേണമെങ്കിലും സീക്വൻഷ്യൽ ആക്സസ് ആണെങ്കിൽ 1 മുതൽ തന്നെ സെർച്ച് ചെയ്യണം. എക്സാമ്പിൾ നമ്മൾ പഴയ കാസറ്റിനകത്ത് നമുക്കിപ്പോൾ 5ാമത്തെ പാട്ട് വേണമെങ്കിൽ 1 മുതൽ റിവൈൻഡ് ചെയ്ത് അവിടെ എത്തണം അല്ലേ. അതാണ് എക്സാമ്പിൾ സീക്വൻഷ്യൽ ആക്സസ്. റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ആക്സസ് ആണ് റാൻഡം ആക്സസ് ഓർ ഡയറക്റ്റ് ആക്സസ്. ഇറ്റ് മീൻസ് ദി കമ്പ്യൂട്ടർ ക്യാൻ ഗോ ഡയറക്റ്റ്ലി ടു ദി ലൊക്കേഷൻ where the data the user wants. നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിൽ പോകാൻ പറ്റും. എക്സാമ്പിൾ മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക് എക്സെട്ര. ഇനി സെക്കൻഡറി മെമ്മറി ഈസ് ആൾസോ നോൺ ആസ് ദി ഓക്സിലറി മെമ്മറി. ഇറ്റ് പ്രൊവൈഡ്സ് ബാക്കപ്പ് സ്റ്റോറേജ് ഫോർ ഇൻഫോർമേഷൻ ഓഫ് ഡാറ്റ. ഇപ്പോൾ സെക്കൻഡറി മെമ്മറിനെ നമ്മൾ നോൺ ആസ് ഓക്സിലറി മെമ്മറി എന്ന് പറയും. ഇറ്റ് പ്രൊവൈഡ്സ് ബാക്കപ്പ് സ്റ്റോറേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ ഉള്ള സ്റ്റോറേജ്. നമ്മൾ സേവ് ചെയ്യുന്ന ഡാറ്റയെല്ലാം ഈ സെക്കൻഡറി സ്റ്റോറേജിലാണ് പോകുന്നത്. ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി സെക്കൻഡറി ഈസ് നോട്ട് ഡയറക്ട്ലി ആക്സസബിൾ ബൈ ദി പ്രൊസസ്സർ. ദി ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി സെക്കൻഡറി മെമ്മറി ഫസ്റ്റ് ഷിഫ്റ്റഡ് ടു ദി മെയിൻ മെമ്മറി ആൻഡ് ദെൻ പ്രൊസസ്സർ. മെയിൻ മെമ്മറി റാമിലേക്ക് കോപ്പി ചെയ്തിട്ടാണ് നമുക്ക് അതായത് നമ്മളിപ്പം ഫയൽ സേവ് ചെയ്ത് ശരിക്കും ഫയൽ സേവ് ചെയ്യുമ്പോൾ എവിടെ പോകും?
ഹാർഡ് ഡിസ്ക് പോകും. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ, ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം റാമിലേക്ക് വന്നിട്ടാണ് പ്രോസസ്സ് ചെയ്യുക. അതാണ് അവർ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതായത് ഡാറ്റ കറണ്ട് വർക്കിംഗ് റാമിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിൽ പോയി. പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം പ്രോസസ്സ് ചെയ്യും, ആദ്യം സേവ് ചെയ്യും. ഓക്കെ, അതായത് ഹാർഡ് ഡിസ്കിലെ ഡാറ്റ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്ത് അപ്പോൾ റാമിലേക്ക് വന്നിട്ടാണ് പ്രോസസ്സിംഗ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടാപ്പ്. ഒന്നാമത്തേത് മാഗ്നറ്റിക് ടാപ്പ്. മാഗ്നറ്റിക് ടാപ്പ് ഒന്നും ഇപ്പോൾ ഇമ്പോർട്ടൻ്റേ അല്ല. ഇറ്റ് ഈസ് സിമിലർ ടു, പണ്ടൽ നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് അല്ലായിരുന്നു തിയറി പഠിക്കൽ, അതെല്ലാം ഇപ്പോൾ ഒഴിവാക്കി. ഇറ്റ് ഈസ് സിമിലർ ടു a tap used in magnetic cassette. It is a plastic tap with a magnetic coating on it. The data stored in the magnetic tap in the form of a tiny segments of magnetized and demagnetization of the surface of material. The magnetic portion of the represent one and it. അപ്പോൾ ഇതിലെങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് കോട്ടിങ് ഉണ്ടാവും. ഒന്ന് മാഗ്നറ്റൈസ്, ഡീമാഗ്നറ്റൈസ് ചെയ്താൽ മാഗ്നറ്റൈസ് ചെയ്ത പോർഷൻ 1 ആവും, ഡീമാഗ്നറ്റൈസ് 0. അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് കാസറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് മാഗ്നറ്റിക് ഡിസ്ക് എക്സാമ്പിൾ ആണ് ഹാർഡ് ഡിസ്ക് ഓഫ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഓർ ഫിക്സഡ് ഡിസ്ക്. ഇറ്റ് ഈസ് പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ. ടിപ്പിക്കൽ കമ്പ്യൂട്ടർ ടുഡേ കംസ് 8 to 32 GB അല്ല 80 ആണ്. ഇവിടെ ഒരു 0 ഇടാൻ വിട്ടുപോയിന്, അത് എഴുതണം. 80 to 330 GB ഓഫ് എ ഹാർഡ് ഡിസ്ക്. അടുത്തത്, അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമ്മളെന്ത് സി ഡ്രൈവ്, ഇ ഡ്രൈവ്, ഡി ഡ്രൈവ് എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്. അതിനെ നമ്മൾ ഡ്രൈവായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇപ്പോൾ 80 GB കപ്പാസിറ്റിയിൽ ഹാർഡ് ഡിസ്ക് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 80 GB ആയിരിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, സീന് കുറച്ച് പാർട്സ് കൊടുക്കും, ഇ ഡി ഇങ്ങനെ നമുക്ക് വേണം പാർട്ടീഷൻ ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്റ്റോറേജ് ആണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. ആൻ ഒപ്റ്റിക്കൽ ഡിസ്ക് ഈസ് എ ഫ്ലാറ്റ് സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക് കോട്ടഡ് വിത്ത് മെറ്റീരിയൽ ഓൺ വിച്ച് ഇറ്റ് മേ ബി സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് ഹൈലി റിഫ്ലക്റ്റീവ് ഏരിയാസ് ആൻഡ് റെസിസ്റ്റീവ്. അതായത് അടുത്തത് എന്താണ്, ഒപ്റ്റിക്കൽ ഡിസ്ക്. സാധാരണ CD അതിൽ ഹൈലി ഒപ്റ്റിക്കൽ ഏരിയം കോട്ടഡ് വിത്ത് എ മെറ്റീരിയൽ, അതായത് റിഫ്ലക്റ്റീവ് മെറ്റീരിയലാണ് സ്റ്റോർഡ് ഇൻ ഹൈലി റിഫ്ലക്റ്റീവ് ഏരിയസും ലോലി റിഫ്ലക്റ്റീവ് ഏരിയാസും ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 10 അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതായത് മറ്റേ ഹൈലി റിഫ്ലക്റ്റീവ് ഏരിയ, അതായത് ലൈറ്റ് റേസ് യൂസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ CD, കോമ്പാക്ട് ഡിസ്ക്. എ CD ഈസ് എ കോമ്പാക്ട് ഡിസ്ക് ഫുൾ ഫോം അറിയണം. എ CD ഈസ് എ ഷൈനി എന്നാണ്, ഷൈനി സിൽവർ കളർ മെറ്റൽ ഡിസ്ക് ഓഫ് 12 cm ഡയമീറ്റർ. ഇറ്റ് വാസ് യൂസ്ഡ് ഓൺലി ഫോർ സ്റ്റോറിങ് മ്യൂസിക് ഇൻ ദി ഫോം ഓഫ് ഡിജിറ്റൽ ഓഡിയോ. ഇറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് പ്ലേയിങ് ടൈം യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. DVD എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്. ഇപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി 8 GB ഉണ്ടാവും. നെക്സ്റ്റ് പെൻ ഡ്രൈവ്, ഇത് രണ്ടും ഓപ്റ്റിക്കൽ. അടുത്ത പെൻ ഡ്രൈവ് ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആണ്. എല്ലാവർക്കും അറിയുന്നതിന് ഈസ് എ റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ് ദാറ്റ് ഈസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് nowadays to transfer audio, video and data files from one computer to another. It transfer 1 GB. It when store 1 GB to 32 GB of data. And input devices. What are the input devices? So an important input output devices ഉണ്ട്. ഇന്ന് ഇൻപുട്ട് ഡിവൈസും കൂടി പറയാം. ഇൻപുട്ട് ഡിവൈസിൽ വരുന്നത് സം ഓഫ് ദി കോമൺലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസസ് ആർ കീബോർഡ്. എല്ലാവർക്കും അറിയുന്ന കീബോർഡ്, അതെ പോയിൻറ്റിംഗ് ഡിവൈസസ് ലൈക്ക് മൗസ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ എക്സെട്ര, സ്പീച്ച് റെക്കഗ്നേഷൻ സിസ്റ്റം, ഡിജിറ്റൽ ക്യാമറ ആൻഡ് സ്കാനേഴ്സ് ആർ ദി മെയിൻ എക്സാമ്പിൾസ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ്. Next, keyboard. Keyboard is the most common data entering devices. Using a keyboard, the user can type text and commands. The keyboard is designed to resemble a regular typewriter with a few additional keys. The important keys in keyboard is escape key, user for only in various functions. Keyboard have F1 to F6 function keys, A to Z alphanumeric keys, 0 to 9 numerical keys, tab keys, cap lock keys, control keys, space bar, enter key, cursor key, backspace key are etc. of the keys in keyboard. Next, നോട്ട് ജസ്റ്റ് വായിച്ചു പോകുന്ന പോലെ ആയിപ്പോയി. ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിക്കുന്നത്. മൗസ്. എ മൗസ് ഈസ് എ സ്മോൾ ഹാൻഡ് ഹെൽഡ് പോയിൻറ്റിംഗ് ഡിവൈസസ് വിത്ത് എ റബ്ബർ ബോൾ ദാറ്റ് ഇറ്റ് ഈസ് ലോവർ സൈഡ് ആൻഡ് ബട്ടൺ ഓൺ ദി ടോപ്പ്. അല്ലേ, മൗസ് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അടിയിലൊരു ബോൾ ഉണ്ടാവും, 2 ബട്ടൺസ്, റൈറ്റ് ബട്ടൺ ലെഫ്റ്റ് ബട്ടൺ ഉണ്ടാവും. ഇപ്പോൾ മൗസ് തന്നെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കൽ മൗസ് ആൻഡ് ഓപ്റ്റിക്കൽ മൗസ്. ഇപ്പോൾ വയർലെസ് മൗസും കൂടി ഉണ്ട്.
Mechanical mouse. It uses a rubber ball at the bottom of the surface which rotate the mouse is moved along the flat surface. Move the cursor. It is the most common and least expensive pointing devices. An optical mouse. It uses a light beam instead of a rotating ball movement across specified period of mouse pad. Any joystick. Joystick is a device that moves in all direction and control the movement of cursor. Joystick എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഗെയിം കൺട്രോളിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് നമ്മൾ ഏകദേശം ഇതെല്ലാം പറഞ്ഞ കീബോർഡ് പറഞ്ഞു, മൗസ് പറഞ്ഞു. നെക്സ്റ്റ് സ്കാനേഴ്സ്. ഇപ്പം ഇങ്ങനെയും ചോദിക്കാം, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഇൻപുട്ട് ഡിവൈസസ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സ്കാനേഴ്സ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. നിങ്ങൾക്ക് ആകെ സിലബസിൽ പറയുന്നത് IO ഡിവൈസസ് മാത്രം. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് സ്കാനേഴ്സ്. ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസസ് ദാറ്റ് ക്യാൻ ബി ദാറ്റ് കൺവേഴ്സ് എ ഡോക്യുമെൻറ്റ് ടു ആൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്. അല്ലേ? ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ ദി ഡിസ്ക്. What are the different types of scanner? The two most common type of scanners are handheld scanners and flatbed scanners. ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറഞ്ഞാൽ ഒരു ബെഡിൻ്റെ ഇതുപോലെ. ഹാൻഡ് ഹെൽഡ് സ്കാനർ കൈ കൊണ്ട് ചെയ്യുന്ന. ഫ്ലാറ്റ് ബെഡ് സ്കാനർ ഇറ്റ് ലുക്സ് ലൈക്ക് സിമിലർ ടു എ ഫോട്ടോ കോപ്പിയർ മെഷീൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോക്സ് കണ്ടെയ്നിങ് എ ഗ്ലാസ് പ്ലേറ്റ് ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ലിഡ് ദാറ്റ് കൺവേർട്സ് ദി ഗ്ലാസ് പ്ലേറ്റ്. That covers the glass plate. It looks similar to a photocopier machine. It consists of a box containing glass plate on its top and lid that covers the glass plate. Scanning A4 size document take about 20 seconds. ഒരു A4 size paper സ്കാൻ ചെയ്യണമെങ്കിൽ 20 സെക്കൻഡ് എടുക്കുന്ന പറയും. നെക്സ്റ്റ് ഹാൻഡ് ഹെൽഡ് ക്യാമറ. It consists of a box containing a glass plate on its top and a lid that covers the glass plate. Glass plate is used for placing document to be optical scanners. Next OCR, optical character recognition. Scanners reading text and it includes scanners for reading text and graphics. Software for converting text into machine readable format. Next OMR. OMR ഷീറ്റ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നേഷൻ എന്ന് പറയും. ദി OMR ടെക്നോളജി എനേബിൾസ് എ ഹൈ സ്പീഡ് റീഡിംഗ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡാറ്റ ആൻഡ് ട്രാൻസ്ഫറിംഗ് ദിസ് ഡാറ്റ ടു കംപ്ലീറ്റ് യൂസിങ് എ കീബോർഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് OMR ആൻസർ ഷീറ്റ്. നെക്സ്റ്റ് MICR നോട്ട്. MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. അതെന്ന് വെച്ചാൽ ചെക്കിലെ സംഭവങ്ങളെല്ലാം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MICR യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാനേഴ്സ് തന്നെ ഫ്ലാറ്റ് ബെഡ് സ്കാനർ, ഹാൻഡ് ഹെൽഡ് സ്കാനറിൽ എന്ത് പറയണം? OCR, OMR, MICR, ബാർകോഡ് റീഡർ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് optical scanners. OMR, OCR, MICR ആൻഡ് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ MICR ഇതിലില്ല, അടുത്ത നോട്ട്സ് ഞാൻ ഇടുമ്പോൾ ഉണ്ട്, ഈ വീഡിയോയിലില്ലാന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെമ്മറി. കുറച്ച് സ്പീഡാക്കി പറഞ്ഞാണ്. നിങ്ങൾ നോട്ടെല്ലാം വായിച്ച് പഠിക്കുക കേട്ടോ. ഇതെല്ലാം ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്തതാണ്. ഓക്കെ.